നമ്മുടെ സച്ചിനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ശ്രുതിയുടെ പ്രധാന ഉദ്ദേശം. നമ്മുടെ ചന്ദ്രമതി മേഡത്തിൻ്റെ അടുത്തേക്കാണെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആളെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചിയുടെ അടുത്തുനിന്ന് ആൾക്കാരെ മാറ്റിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ നമ്മുടെ ചന്ദ്രമതി അമ്മയാണെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ശ്രുതി നല്ലവണ്ണം കളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്ഛനെ അടുത്തൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ രേവതിനെ മാറ്റി അവസാനം സച്ചി ഒറ്റയ്ക്കാകുകയാണ്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട കഥാപാത്രം അവിടേക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും സച്ചിയോടൊന്ന് രണ്ട് വാക്ക് സംസാരിച്ച് അവനുമായിട്ട് വഴക്കടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ വന്നിട്ട് സംസാരിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയും ചെയ്തല്ലോ, ഇനി ഏതൊക്കെയാലും കൈയും കെട്ടി മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കിനും ആണ് നമ്മുടെ ഈ ഒരു മെയിൻ കഥാപാത്രം അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ബോസേ നമസ്കാരം, അന്ന് എനിക്ക് ഹോട്ടലിൽ വെച്ചിട്ട് ഭക്ഷണം മേടിച്ച് തന്നില്ലായിരുന്നോ, അതിന് നന്ദി പറയാൻ വന്നതാ എന്നൊക്കെ പറയുമ്പോൾ, നീ ആര്, എനിക്കറിയത്തില്ല, ഞാൻ ഭക്ഷണമൊന്നും മേടിച്ച് തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് പ്രത്യേകവാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ മനസ്സമാധാനം ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എനിക്ക് അങ്ങനെ പ്രത്യേകവാരമൊന്നും ഞാൻ ആരോടൊന്നും മേടിക്കാറില്ല, ഇങ്ങനെയാണെങ്കിൽ അത് എനിക്കൊരു മനസ്സിന് സന്തോഷമായിട്ട് ഞാൻ കരുതാറേ ഉള്ളൂ എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കിനും എങ്ങനെയെങ്കിലും വീണ്ടും നമ്മുടെ സച്ചിനെ ഇളക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. വീണ്ടും പറയണേ, എന്നാലും ആ ഓംലെറ്റിൻ്റെ പൈസ സച്ചി കൊടുത്തില്ലേ, ആ പൈസ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് തന്നാൽ വീണ്ടും അത് തിരിച്ച് കൊടുത്തണം, ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലെന്നും പറഞ്ഞ് വീണ്ടും നിൽക്കുകയാണ് ഇങ്ങനെ. നമ്മുടെ സച്ചി വീണ്ടും പറയുന്നുണ്ട്, സ്നേഹത്തോടെ മേടിച്ച് തന്നോന്നോ, ഞാൻ പകരമായിട്ടൊന്നും മേടിക്കാറില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും കൂടെ വന്ന ആളിങ്ങനെ പറയുകയാണ്, എന്താ ഒരു പോളിസി, സൂപ്പർ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വർഷയുടെ അച്ഛനെ കാണാൻ പോവുകയാണ്. അപ്പോഴത്തേക്കിനും വർഷയുടെ അച്ഛൻ ജസ്റ്റ് കണ്ടില്ലാത്ത മാതിരി മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാഷിനങ്ങ് അച്ഛനങ്ങ് വളരെയധികം സങ്കടപ്പെട്ടിട്ട് പറയുകയാണ്, സർവീസിലിരിക്കുമ്പോഴത്തേക്കിനും അദ്ദേഹം വലിയ ഉയർന്ന പദവിയിലായിരുന്നല്ലോ, അപ്പോൾ നമ്മളെ എപ്പോഴും ഒരു അകലത്തിലാണ് നിർത്തിയിരുന്നത്, അയാളെ കാണണമെങ്കിൽ കാത്തു നിൽക്കണമായിരുന്നു, ഇവിടെയും അതുതന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ സർവീസിലിരിക്കുന്ന ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ വർഷയുടെ അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ അച്ഛനെ അവിടെ കാണുന്നത് കേട്ടോ. ഇത് രവീന്ദ്രനല്ലേ എന്ന് ചോദിക്കുക, ആദ്യം പറയും കേട്ടോ. അപ്പോൾ രവീന്ദ്രനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വർഷയുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മുടെ സാറിൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ. നിങ്ങൾ രവീന്ദ്രൻ സാറല്ലേ ചോദിക്കുക, ആദ്യം പറയും കേട്ടോ. അപ്പോൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. പിന്നെ ഓർമ്മയില്ലാതെ സർവീസിലിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഡിസിപ്ലിനായിട്ടുള്ളൊരു ആളായിരുന്നല്ലോ താൻ, അപ്പോൾ എങ്ങനെ മറക്കാനാ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനോട് ചോദിക്കുകയെ, തൻ്റെ മോളിനെയാണ് കെട്ടിയിരിക്കുന്നത്, അല്ലെ രവീന്ദ്രൻ്റെ മകനെയാണ് കെട്ടിച്ചു കൊടുത്തേക്കുന്നത് അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വർഷയുടെ അച്ഛനെ നോക്കിയിട്ട് പറയും, തൻ്റെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു, ഏറ്റവും സർവീസിന് ഏറ്റവും താഴെ ഇരുന്ന ഒരു വ്യക്തിയുടെ അച്ഛൻ്റെ മകനെ കൊണ്ടാണല്ലോ കെട്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അച്ഛന് ഒരുമാതിരി സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഒന്ന് ചിരിച്ചിട്ടാണ്, അന്നത്തേക്കിനും ഒരു വല്ലാത്തൊരു ചിരി തന്നെയാണ് കേട്ടോ കാണിച്ചത്. എന്നിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, കുപ്പിയിലിരുന്ന ആളുകൾ പെട്ടെന്ന് തങ്കമാളികയിലോട്ടെത്തി, ഓരോന്നൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്, ഓരോരുത്തരുടെ യോഗം, അല്ലാതെ എന്ത് പറയാനതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ, സാറ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ മെയിൻ ഓഫീസറെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, എന്താണെങ്കിലും നമ്മളൊക്കെ കുപ്പി കിടക്കുന്നവരല്ലേ, അവരൊക്കെ തങ്കമാളിയിൽ ഇരിക്കുന്നവരും, എന്താണെങ്കിലും ആ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല. പിന്നീട് നമ്മുടെ ചന്ദ്രമതി അമ്മ വെപ്രാളപ്പെട്ട് നടക്കുക കേട്ടോ. കാരണം ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ലേ. അപ്പോൾ ശ്രുതി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരുങ്ങുവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും വന്ന് ചോദിക്കുകയാണ്. നമ്മുടെ വർഷയുടെ അമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തിയെ, കുറേ നേരമല്ലോ ഒരുങ്ങാൻ കയറിയിട്ട്, ശ്രുതിയുടെ ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ, ഇപ്പോൾ ശ്രുതിയുടെ ചടങ്ങ് തന്നെയാണ് നടത്തേണ്ടത്, അവൾ ഒരുങ്ങുകയാണ്, ഇപ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അമ്മ നേരെ നമ്മുടെ മാഷിനടുത്തോടാണ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് ശ്രുതിയുടെ ചടങ്ങ് ആദ്യം നടത്തുന്നത്, ആദ്യം വർഷയുടെ നടത്താമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേക്കിനും അച്ഛനും പറയുന്നുണ്ട് കേട്ടോ, എന്നാൽ പിന്നെ വർഷയുടെ തന്നെ നടത്താമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സീനിയർ ശ്രുതി തന്നെയല്ലേ, അപ്പം ശ്രുതിയുടെ അല്ലേ ആദ്യം നടത്തേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയമ്മ പറയുന്നുണ്ട്, അവരുടെ അച്ഛൻ വരാത്തത് കൊണ്ട് അവളുടെ വർഷയുടെ തന്നെ ആദ്യം നടക്കട്ടെ, അതിന് ശേഷം മതി ശ്രുതിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്.
അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ വർഷയുടെയും അതുപോലെ ശ്രീകാന്തിൻ്റെയും ചടങ്ങ് തന്നെ ആദ്യം നടക്കുകയാണ് കേട്ടോ. വർഷ സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വരികയാണ്. നല്ല സ്വർണ്ണമൊക്കെ ഉണ്ട്, കൈ നിറച്ച് സ്വർണ്ണവും കഴുത്ത് നിറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്. മാലയൊക്കെ ഇട്ടിട്ടാണ് അച്ഛൻ്റെ കൂടെ നടന്നു വരുന്നത്. അങ്ങനെ വന്ന അച്ഛൻ്റെ അമ്മയുടെയും രണ്ടുപേരുടെയും കാലൊക്കെ തൊട്ട് തൊഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഭാഷ ഇങ്ങനെ ചെയറിലൊക്കെ ഇരിക്കുവാണ്, കയറി ഇരിക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തുന്നുണ്ട് കേട്ടോ. സർവ്വാഭരണ വിഭൂഷിയായിട്ടാണ് നമ്മുടെ വർഷ ഇരിക്കുന്നത് കേട്ടോ. കൈയിലും കഴുത്തിലും നല്ല മാലയും വളയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കുമൊക്കെ കണ്ണ് തള്ളുന്നുണ്ട്, അമ്മയ്ക്കുമൊക്കെ കണ്ണ് തള്ളുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ നാടൻ സ്വർണ്ണമല്ലേ, നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ മലേഷ്യയിൽ നിന്ന് അച്ഛൻ കൊണ്ടുവരുന്ന സ്വർണ്ണമാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ ശ്രുതിനെ നോക്കിയിട്ട് സർവാഭരണ വിഭൂഷയായി നിൽക്കുന്ന കോടീശ്വരിയായ എൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ശ്രുതി നിൽക്കുകയാണ്. എന്താണെങ്കിലും ചെയറിലൊക്കെ ഇരുത്തിയിട്ട് പിന്നെ വർഷയുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും എല്ലാവരും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ താലിമാല കോർത്ത് ചടങ്ങൊക്കെ ഇങ്ങനെ നടത്തുവാണ് കേട്ടോ. അതിനിടയ്ക്ക് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ശ്രുതിനെ നോക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷനിലുമായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിന് ശ്രുതിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, അന്നത്തേക്കിന് ഒരു കള്ളുകൂടിയനെ ഇങ്ങനെ നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വിട്ടേക്കുവാണ്. എങ്ങനെയെങ്കിലും സച്ചിനെ കള്ളു കുടിപ്പിച്ചിട്ട് വെളിയിലാക്കി പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ആ ചടങ്ങിനിടയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും ആ ഒരു പ്രശ്നത്തിൽ കണ്ണ് വിടുമെന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അങ്ങനെ സച്ചിയുടെ അടുത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ആളിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂട്ടുകാരിയും ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇവനെന്താ ഇങ്ങനെ തന്നെ സച്ചിയുടെ അടുത്ത് ഇരിക്കുന്നത്, എത്രയും പെട്ടെന്ന് അവനെ കുടിച്ചുകൊണ്ട് പോയിട്ട് കുടിപ്പിച്ച് പ്രശ്നമാക്കേണ്ട എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണേ. പിന്നെ നമ്മുടെ ചന്ദ്രമതി അമ്മ ഇങ്ങനെ കവിളത്തൊക്കെ ചന്ദ്രനൊക്കെ വയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞളൊക്കെ വയ്ക്കുന്നുണ്ട്, അതുപോലെ തലയിലൊക്കെ പൂക്കളൊക്കെ ഇട്ട് ആശീർവദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അമ്മയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേവതിനെ നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും രേവതി ഇങ്ങനെ സച്ചിയായിട്ടാ വാന്നൊക്കെ പറഞ്ഞ് തലയും കൊണ്ട് ആജ്ഞയൊക്കെ കാണിക്കുമ്പോൾ സച്ചി വരത്തൊന്നുമില്ല. അങ്ങനെ രേവതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അച്ഛൻ പറയും അങ്ങോട്ട് കയറി ചെല്ലാൻ പറയും. അങ്ങനെ കയറി ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മ അവിടെയും കുറ്റവും കുശുമ്പ് കാണിക്കും കേട്ടോ. ബാക്കി നിൽക്കുന്നവരെല്ലാവരോടും പറയും നിങ്ങൾ ചെയ്യാൻ പറയുവേ. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ വർഷ പറയുമ്പോഴാണ് നമ്മുടെ രേവതിനെ കൊണ്ട് ഇങ്ങനെ ഒക്കെ ചടങ്ങുകളൊക്കെ ചെയ്യിപ്പിക്കുന്നതുവേ. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ വരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ശ്രുതിയെ നമ്മുടെ മാലയൊക്കെ അണിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോഴത്തേക്കിനും ഇപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിലല്ലായിരുന്നു ആക്ച്വലി നമ്മുടെ ചന്ദ്രമതി അമ്മയും അതുപോലെ ശ്രുതിയും. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ശ്രുതി എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇപ്പം നീ ഉള്ളിലോട്ട് കയറിയിരിക്കുക, അനുഗ്രഹം മേടിക്കുക എന്ന് കൂടെ വന്നവരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതിയും ചേർന്ന് അച്ഛനമ്മമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് സിംഹാസനത്തിലിരിക്കുക. അന്നേരത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മേനെ ഭയങ്കര ദേഷ്യത്തിലാണ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയൊക്കെ ചെല്ലുന്നത് സ്റ്റേജിലേക്ക്. അതിനുശേഷം ഇങ്ങനെ തലയിൽ ഇങ്ങനെ മാല കെട്ടാൻ വേണ്ടിയിട്ട് മാല എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും ആ മാല നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ ദഹിച്ചു പോകുന്ന മാതിരിയൊക്കെ നമ്മുടെ ശ്രുതിനെ നോക്കുവാണ്. അതിനുശേഷം കവിളിട്ട് മഞ്ഞളൊക്കെ പുരട്ടുമ്പോഴത്തേക്കിനും ദേഷ്യത്തോടെ ഇങ്ങനെ തട്ടി അങ്ങ് തേച്ച് വിടുകയാണ്. പിന്നെ നമ്മുടെ പൂവൊക്കെ ഇടുന്നതാണെങ്കിലും എടുത്ത് തലയിലോട്ട് എറിയുന്ന മാതിരിയൊക്കെ തോന്നിക്കുകയാണ് കേട്ടോ. ആകപ്പാടെ മൊത്തത്തിൽ ദേഷ്യത്തിൽ നിൽക്കുവാണ്. ശ്രുതിയാണ് ആകപ്പാടെ ഭയന്നിട്ടുമാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ശ്രുതി ഭയങ്കരമായിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ശ്രുതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം. ഓക്കെ, താങ്ക്